അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യക്കുട്ടൻ ആശുപത്രിയിലായിരുന്നു 3-4 ദിവസം. അവന് ഒരു എന്താ പറയുക, എന്ത് ഇൻഫെക്ഷനാണ്, എന്തോ ഒരു ഇൻഫെക്ഷൻ മറന്നു പോയിട്ടാ. എന്തോ ഫുഡ് കഴിച്ചാൽ പുറത്തുനിന്ന് അത് കഴിച്ച് ഇൻഫെക്ഷൻ വന്നു. അവനെ കുറച്ച് ദിവസം ആശുപത്രിയിലായി. പിന്നെ പനി വന്ന എല്ലാവർക്കും, അവനും പനി. 1 മാസം പാവം കണ്ട് കഷ്ടപ്പെട്ട് പോയത്. ആദ്യക്കുട്ടൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അംഗൻവാടിയിലാക്കി 2-3 ദിവസം. അവന് ഭയങ്കര ഇഷ്ടമാണ് അംഗൻവാടിയിൽ പോകാനായിട്ട്, അല്ലേ വാവേ? അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾ വഴി വാങ്ങിച്ച്. അപ്പോൾ ഇതാണ് അതിൻ്റെ തെങ്ങ് വെട്ടുമായിരുന്നു, കണ്ട. ഞങ്ങൾ വഴി വാങ്ങിച്ച്. ഞാൻ വീട്ടിലോട്ട് വഴി ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇത് ഇവിടം വരെ വാങ്ങിച്ചത്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ തെങ്ങ് വെട്ട ഇത് മുറിച്ച് കളയണം. അപ്പോൾ ഇന്ന് അത് കാരണം കൊണ്ട് തെങ്ങ് വെട്ടുന്ന പരിപാടിയാണ് ഫുള്ള്. ഒരു ഇതുണ്ട്, തേങ്ങയൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ അതാണ് ഒരു വീഡിയോ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതെല്ലാം പറയണ്ടേ. ആദ്യക്കുട്ടന് വയ്യായി കാരണമാണ് മെയിനായിട്ട് വീഡിയോ ഒന്നും വരണ്ടെന്ന് വെച്ചാൽ. പാവന്നേ. പിന്നെ ഞങ്ങൾ വഴി വാങ്ങണ പോലെ ഓടി നടക്കുമായിരുന്നു. നല്ലൊരു എമൗണ്ട് പോയി. പുറത്തൊരു 4 സെൻറ്റ് ചിലവാകായിരുന്നു. എന്നാലും സാരില്ല, വാങ്ങിച്ച്. ഇനി ഇതൊന്ന് ക്ലിയറൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ ആ വീഡിയോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, പുള്ളി മേളിൽ കയറിക്കോട്ടെ. ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുക. ഇവരുടെയൊക്കെ ഒരു കഴിവേ. ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കണം. ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 2 ദിവസം മുമ്പായിരുന്നേ. ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചു. ബർത്ത്ഡേ ആയിരുന്നു ആരേടാ. ബർത്ത്ഡേ തേങ്ങ കുറേ നാളത്തേക്കുള്ള തേങ്ങ കിട്ടി. കുറച്ച് പാടാട്ടോ ഇവിടെ. ഇത് കണ്ട കുറേ കേബിളൊക്കെ. ഇപ്പോൾ കേബിൾ മാത്രമല്ല, ഞങ്ങളുടെ പവർ ലൈനും പോയിട്ടുണ്ട്. അവരതിനു സ്നാക്കിനായി ഇടുക. ഇത് കണ്ട, ഇത് ഓരോ കേബിള് ഇങ്ങനെ ഭയങ്കര മെയിനായിട്ട് കിടക്കുന്നുണ്ട്. തൂങ്ങി ഇതിൻ്റെ മേളിൽ കിടക്കുക. ഇപ്പോൾ ഇത് പൊളിച്ചളയാനുള്ളതാണ്. അപ്പോൾ ഇന്നെന്തായാലും ഇലക്ട്രീഷ്യൻ മറ്റേ ഇവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വരില്ലെന്ന്. അവരെന്താ പറയുക, ഓരോ ദിവസം വിളിക്കുമ്പോഴേക്കും എന്താണ് മറ്റാണ് മറിച്ചത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ വരില്ല, സൺഡേ വരില്ല. തിങ്കളാഴ്ച ഇനി വന്നത് വലിക്കണമെന്ന്. ഈ പോസ്റ്റ് മാറ്റാനായിട്ടാണ് പാട്. ഞങ്ങൾ BSNL പോസ്റ്റായത്. ആ BSNL പോസ്റ്റ് മാറ്റാനായിട്ട് ഞങ്ങൾ BSNL കൊണ്ടേ അപേക്ഷ കൊടുത്ത് അവർ മാറ്റിക്കോളാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കേബിള്, മറ്റേ എന്താ പറയുക, എയർടെലിൻ്റെയും ഇതിൻ്റെയൊക്കെ നെറ്റിൻ്റെ ഫൈബർ വലിച്ചേക്കണത്. എല്ലാം പ്രശ്നം, ഓരോരോ പ്രശ്നങ്ങളായിട്ട് അയച്ചുകൊണ്ട് വരും. എത്ര നാളായെന്നറിയോ ഞങ്ങൾ ഈ കുടുങ്ങിയിട്ട്. ഇപ്പം എൻ്റെ 33-ാമത്തെ വയസ്സാണ് കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞ്. ആ 33-ാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു കുരുക്കയക്ക് ഓരോരോ കുരുക്കളായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? കുരുക്കെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, നമ്മൾ വഴി വാങ്ങാനാണ് മെയിനായിട്ട് ഒരു കുരുക്കുണ്ടായത്. വെച്ചാൽ എത്ര വർഷം എടുത്ത്, എൻ്റെ 15 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് അത് ഇതായത്. അത് മാത്രമല്ല, എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് എനിക്ക് ഫോറിൻ കൺട്രിയിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയും നല്ലൊരു പ്ലോട്ട് ഉണ്ടായിട്ട് പോലും, വടക്കോട്ടേക്ക് ഇവിടുന്ന് 600 മീറ്ററേ കണ്ടുള്ളൂ, ഉണ്ടായിട്ട് പോലും എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയില്ല. കാരണം വഴിയില്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ നിന്നൊരു വ്യക്തിയായിട്ട് ചേരാം. അപ്പോൾ എൻ്റെ അതൊക്കെ നടന്നു. അപ്പോൾ ഈ ഭാവിയിൽ വാവക്ക് അങ്ങനെ ഒരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടത്. അപ്പോൾ അവനിപ്പോൾ എന്തായാലും സെറ്റായില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഡാഡൊക്കെ കുറച്ചും കൂടെ വഴി വാങ്ങിക്കാൻ പാടില്ലെന്ന് പറയും. പക്ഷേ ഞാൻ എപ്പോഴും അച്ഛൻ്റെയൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു കേട്ടോ, അമ്മയുടെ അടുത്ത്. എന്ത് കഷ്ടമാണ്, ഒരു വഴിയുള്ള സ്ഥലം വാങ്ങാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇത്ര ഞാൻ വാങ്ങിച്ച് ഇത്ര വാങ്ങിച്ച് ഭാവി ചിലപ്പോൾ എന്നെ കുറ്റം പറയുക, എനിക്ക് കുറച്ചും കൂടെ വാങ്ങണം. പക്ഷെ നടന്നില്ല. അവിടെ 1 സെൻറ്റ് തരലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ? കാരണം അവിടെ 3.5 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേയൊക്കെ പലിച്ചു നോക്കി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു കാറ് കയറും, അത് മതി തൽക്കാലത്തേക്ക്. കേക്ക് കഴിക്കുമോ? അദ്ദേഹം മനവും ഭാവനും കൂട്ടിയുള്ള ബഹളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവനെ ഓടിപ്പോയി അങ്ങോട്ട്. 2 പേരും കൂടെ നേരിട്ട് കണ്ട ബഹളം കേട്ടാ. പാപ്പ കഴിക്കാത്തതിനാണ് ഇപ്പോഴത്തെ ബഹളം. അതേ പോണ്. എടി പുറകെ പോയി നടന്ന് ബഹളം ഉണ്ടാക്കിയില്ലേടി, ഇവിടെ വന്നിരിക്കടി. ഭയങ്കര കഷ്ടമാണ് 2ൻ്റെയും കാര്യം. എന്താണ് മുത്തേ, ഡ്രസ്സ് ഇട്ടാലേ ആരൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. തുണി കൊണ്ടാലേ നടക്കുക ചക്കാൻ. വഴക്കിട്ട് ഒരാൾ പോവാണ്. വഴക്കിട്ട് പോയിരിക്കണോ നോക്കി, സങ്കടപ്പെട്ട് വായിച്ചടോ. പാതി കാണിക്കാൻ പറ്റുള്ളൂ ഡ്രസ്സിടാത്ത കാരണം കൊണ്ട്. മനു അതിൻ്റെ അകത്തുണ്ട്. എന്താണേ അറിയില്ല. അതേ കൊണ്ട് ഡ്രസ്സ് ഇടിപ്പിച്ച് 2 പേരും കൂടി ഇപ്പം മര്യാദയ്ക്ക് ഇരിപ്പുണ്ട് കേട്ടോ. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇവർ വീണ്ടും വഴക്കിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും. അതാണ് ഇവർ 2 പേരും. അയ്യോ
പിന്നെ അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, എൻ്റെ മുടി ഞാൻ മൊട്ടയടിച്ചു. മൊട്ടയല്ല, ഫുള്ള് ഗജനി സ്റ്റൈൽ വെട്ടി. ഇപ്പം വലുതായി, അതാണ് മുടി ഇങ്ങനെ മുള്ളം പന്നിയുടെ പോലെ ഇരിക്കണത്. ആണോ പറഞ്ഞിരുന്നു? ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഇവള് വീണ്ടും വെട്ടാൻ സമ്മതിക്കണില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കുളിച്ച് കഴിഞ്ഞ് തല തുറക്കണ്ടാൽ മതി. അതൊക്കെ അങ്ങനത്തെ മെയിൻ്റെനൻസ് വർക്ക് വളരെ കുറവായിരുന്നു. ഒരു മേജർ കാര്യം പറയാനുള്ളത്, എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനും കുറേ ഫ്രണ്ട്സിനൊക്കെ വഴിയില്ലാത്ത പ്ലോട്ടുകളുണ്ട്, അവിടെ വീടും പണിയുന്നുണ്ട്. ദയവായി ചെയ്യല്ലേ, ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും വഴി വാങ്ങിച്ചെടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആ പ്ലോട്ട് എങ്ങനെയെങ്കിലും സെൽ ഓഫ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വാങ്ങാൻ നോക്ക്. കാരണം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണ്ടേ. അപ്പോൾ എൻ്റെ കുറച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെ നല്ല ചമ്മണ്ടം കട്ട വീടൊക്കെ പണിതേക്കണേ. ഇന്നാളും കൂടെ ഞങ്ങളൊരു ഇതിനെ പോയതുള്ളൂ, വഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വീട് പണിതേക്കണം. ഞാൻ അനുഭവിച്ചതാണ്. ഈ വീട് എൻ്റെ വീട് 1100 സ്ക്വയർ ഫീറ്റാണ്. ഒരു നിലയേ ഉള്ളൂ, 3 ബെഡ്റൂമായിട്ടുള്ള 1100 സ്ക്വയർ ഫീറ്റ് പണിതേക്കുന്ന വീടാണ്. അത് അന്ന് ഞങ്ങൾ കുറേ പാടുപെട്ടിട്ടാണ് പണിതത്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ. അത് കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു പണിയെടുക്കാനായിട്ട് പറ്റില്ല, മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, എഡ്യൂക്കേഷൻ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ വഴിയിലെ സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടു കുറച്ച് വഴി വാങ്ങാൻ നോക്കുക. ഇല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ, എനിക്കറിയാം മിക്കവർക്കും പറ്റൂലാന്ന്, പക്ഷെ എന്നാലും ശ്രമിച്ച് നോക്ക്. കാരണം മക്കൾക്ക് ബുദ്ധിമുട്ട് വരരുത്. കാരണം എനിക്കും എൻ്റെ ചേച്ചിക്കൊക്കെ വന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മക്കൾക്ക് വരരുത്. അതാണ് പറയാനുള്ളത്. കാരണം ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ കൂടെ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനത്തെ വഴിയില്ലാത്ത സ്ഥലത്താണെങ്കിലും. പിന്നെ പിള്ളേരുടെ വഴക്ക് കേൾക്കേണ്ടി വരും പാരൻസുകൾ. ഞാനും അമ്മൂടിട്ട് അച്ഛനും അമ്മേനെ എന്തെങ്കിലും ബ്ലെയിം ചെയ്യണമെന്ന് അറിയാം. അപ്പം അങ്ങനെ വരുത്താണ്ട് നോക്കുക എങ്ങനെയെങ്കിലും. കാരണം മക്കൾക്കും കൂടെ ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. നമ്മുടെ കാര്യം മാത്രം നോക്കിയ കാര്യമില്ലല്ലോ. നൊസ്റ്റാൾജിയ. രണ്ടും കൂടെ തല്ലി പിടിക്കല്ലേ, എന്ത് തല്ലി പിടുത്തോ മനു. ഇത് കണ്ടോ നൊസ്റ്റാൾജിയ കഴിച്ച്. ഇത് കണ്ടോ, ഇത് പൊളിച്ച് കഴിക്കാൻ പോവാട്ടാ. അയ്യോ അമ്മ ഇതിന്റെ പേര് പറഞ്ഞ നൊങ്കല്ലേ? നൊങ്കല്ലേ അതിനെന്താ പറഞ്ഞേ? അയ്യോ ചൊട്ട. അതായത് പാം ട്രീയുടെ നടുക്കത്തെ ഹാർട്ട് മുളിക്കട്ടേട്ടാ. ഇത് നല്ല ഒന്നുമല്ല, ഇത് കഴിക്കാൻ പറ്റാത്ത സാധനം. അവൻ കയ്യിൽ കത്തിയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതെന്താ എന്താടാ അത്? എന്താടാ ഉള്ളിൽ കുറച്ചൊന്നും അതുകൊണ്ടത് വേണ്ട. കറണ്ട് വന്നു. ഓ മൈ ഗോഡ് യെസ്. ഇതെന്ത് മൊത്തം കളയണേണല്ലോ. കളയുമല്ല, അതാ കഴിക്കണ സാധനം. ഞാൻ ഈതെടുക്കാൻ വേണ്ടി നടുക്കട്ടത് കണ്ടത്. ഇത് നല്ല മതി. അയ്യോ കഴിച്ചത് അല്ലേ? കൊള്ളാം. നല്ല മധുരം കേട്ടോ. എന്താ എൻ്റെ ഫ്ലേവർ പറയാ? ഒരു കരിക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള വെള്ളവും കൂടെ കൂടി ചേർത്തുള്ള ഒരു ടേസ്റ്റ്. കരിക്കും വെള്ളവും കൂടെ കഴിച്ചു. പട്ടിക്ക് മുഴുവൻ എന്തൊക്കെ കിട്ടിയെന്ന് പറയില്ലേ ഗൈസ്? ഞാനൊരു കരിക്ക് കുടിക്കാൻ നോക്കിയതാ. പാടിടെ ഈ വാക്കത്തേക്ക് ഒരു മൂർച്ചയില്ല. നല്ല കരിക്ക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള അഴുക്കാട്ടത് കണ്ടപ്പോൾ ഇപ്പം അമ്മക്കും പൊളിയായിട്ട് എടുത്തോണ്ട് പോയിക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിൽ സ്പൂണിട്ട് കഴിക്കണം. അവരെത്ര മുറിച്ചിട്ടാ പാതിയായി. മതിൽ പൊളിക്കുക കണ്ട. എന്നാലും ഇനി അടുത്തത് പൊളിക്കാൻ പറ്റുള്ളൂ. ഇത് ഇനി വെട്ടണമെങ്കിൽ ഇവിടം വരെ ഞങ്ങൾക്ക് കിട്ടിയേക്കണ വഴി. അത് മറ്റേ വെൽമൗത്ത് കേട്ടോ. ഇവിടം വരെ കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് വണ്ടികളൊക്കെ ആയിരുന്നു. ഇത് ഇവിടം വരെ കിട്ടിയുള്ളൂ. പിന്നെ ഇവിടുന്ന് ചെറിയൊരു വെൽമൗത്ത് ഇങ്ങനെ വളഞ്ഞു വന്നേക്കണം. എന്നാലും ഇത് ഫുള്ള് ഈ ഒരു പാത്രത്തിൽ ഫുള്ള് കിട്ടി. ഒരു കാറ് കയറും. കുറച്ച് പാടാണ് ഇവിടെ വളച്ച് കയറ്റാനായിട്ട്. എന്നാലും കുഴപ്പമില്ല. കുറേ ഒരു ഇതുണ്ട്. ഒന്നുമില്ലാതല്ലേ ഇത്രങ്ങളും കിട്ടിയത്.
നല്ലൊരു എമൗണ്ട് പോയെങ്കിൽ കുറച്ചും കൂടെ കിട്ടുമെന്ന് വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല. എന്ത് ചെയ്യണം? ഒരുത്ത തള്ളി മാറ്റുവാണ്. എന്താണ് കാണിക്കണത്? കുരുത്തക്കേടിന്റെ ആശാനാണ്. അംഗൻവാടി പോയപ്പോ ടീച്ചർ അത് തന്നെ പറഞ്ഞു, ഭയങ്കര കുരുത്തക്കേടാണത്. ഇത് വേർത്തേക്ക് നോക്കിയേ, അവിടെ ചേട്ടന്മാരെക്കാട്ടും കൂടുതൽ ഇപ്പം വേർത്തേക്കണം നോക്കിയേ. ആ അവര് തുടങ്ങിയേട്ടാ. സമ്മതിക്കണം കേട്ടോ. ഇനി അത് ഇങ്ങോട്ട് തള്ളിട്ട് തണുത്ത വെള്ളോ ഒന്ന് നോക്കണമല്ലോ ഏട്ടാ. ഒരു ചേട്ടാ വേണ്ട വയ്യടാ, വീടിനെടുക്കാൻ പറ്റിയില്ല. ഇത്രയും കൂടെ എടുക്കണം. അവസാനത്തെ കൂടെ വീട്, ഇനി അതും കൂടെ പൊക്കിക്കളാം. കാഴ്ച കണ്ടാനായിട്ട് വന്നേക്കാം. വേർത്ത് കുളിച്ച് നോക്കി, എല്ലാവരും വേർത്ത് കുളിച്ച്, അത് വേറെ കാര്യം. ഇത് നോക്കിയേ ഗൈസ്, തെങ്ങ് വളർന്നേക്കണ കണ്ട. പണ്ടെങ്ങാട് ഉള്ള എന്താ പറയണേ, ചാക്ക് തറച്ചും കുപ്പിച്ചില്ലി എല്ലാം കൊണ്ട് ഈ ചെങ്ങിൻ ചോട്ടിലിട്ടെന്ന് വെച്ചിരുന്നു. അത് ഇവിടെ നിന്ന് വളർന്ന് തെങ്ങ് അതിൻ്റെ മേളിൽ കൂടെ പൊങ്ങി പോതൊക്കെ. ഇതേ ബോള് ഈ ലെവലിൽ നമ്മൾ റോഡിൻ്റെ ലെവലിലാണ് എടുക്കണത്. പിന്നെ ഇതും കൂടെ പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം. പിന്നെ ഏറ്റവും വലിയ പാട് ഈ ഒരു കുന്ത്രാണ്ട് തോന്നുന്നു, അത് BSNLൻ്റെ ഇത്. അതൊക്കെ അപേക്ഷ കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, എടുത്ത് മാറ്റി വെക്കാനായിട്ട്. അതും കൂടെ ചെയ്യണം. എൻ്റെ ചേച്ചിയുടെ ബ്രദറിലോ നമ്മുടെ തൃപ്പൂണിത്തുറ അവിടുത്തെ എന്തോ എഞ്ചിനീയറാണ്, വലിയ പൊസിഷനാണ് മറ്റേ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. അപ്പോൾ അവർ വഴി നമുക്കത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, BSNL പോലും. പക്ഷെ അതല്ലെന്ന്, ഈ കേബിളൊക്കെ ഉള്ളതാണ് പ്രശ്നം. ഞങ്ങൾ പിന്നെ ലോക്കൽ കേബിൾ മാറ്റി, ഇന്ന് മറ്റേ എയർടെലിൻ്റെ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർ സെയിം വരും എന്നൊക്കെ പറഞ്ഞേക്കണം, അറിയില്ല. ആദ്യം താമസിച്ചത് എല്ലാം സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും കൂടെ കാണാം. പക്ഷേ ഈ ഇത് കണ്ട, ഇതെല്ലാം വലിച്ച് താഴ്ന്ന് കിടക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫോക്കസ്. ഓക്കെ, ഇത് ദേ ഓർന്ന് എടാ അവിടെ കയറാ. അവനാണ് പണിയെടുക്കാൻ പോണത്. ഇതേ ചെരുപ്പിട്ടോ മനു അവിടെ, അവളവിടെ വീടല്ലേ, നിന്റെ ചെരുപ്പിട്ടോണ്ട് വരാൻ പാടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞ്, ഇന്നത്തെ മരംപൊട്ട് കഴിഞ്ഞ്. പക്ഷേ അവസാനം എത്തിയപ്പോഴേക്കും അതിന് മുമ്പ് കാണിച്ചില്ല. അത് കുട്ടൻ കൊണ്ട് തേങ്ങ കൊണ്ട് ഇടിച്ചിട്ട് അവൻ ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് എടുക്കാണ്ടിരുന്ന് വെച്ച് ഓരോ തേങ്ങക്ക് 10 രൂപ വെച്ചിട്ട് ഞാൻ കൊടുത്തു, അവിടെ നിന്ന് ഇവിടം വരെ ഇടാനായിട്ട്. അപ്പം അവൻ 11 തേങ്ങ എടുത്ത് കൊണ്ട് ഇട്ട് അവൻ്റെ അപ്പം 110 രൂപ അവൻ സേവ് ചെയ്തു അവൻ്റെ കുടുക്കലിടാനായിട്ട്. പിന്നെ ഇത്ര ആക്കി. ഇത് ഇനി നാളെ കളയും. ഇത് കളയാനായിട്ട് ചെയിൻസോ അവസാനം വർക്കായില്ല. ചെയിൻസോൻ്റെ അവിടെ വെച്ച് എത്തിയപ്പോഴൊക്കെ തീർന്നു. അപ്പോൾ നാളെ, അപ്പോൾ ഇന്നത്തെ കാശ് കൊടുത്ത് വിട്ടു. നാളെ അവർ വന്നിട്ട് ഇതും പൊളിക്കും അതും പൊളിക്കും. മറ്റന്നാളോ ഏതെങ്കിലും ദിവസം വന്നിട്ട് ഇതെല്ലാം വേസ്റ്റെല്ലാം എടുത്തുകൊണ്ട് പോകും. അതിന് സെപ്പറേറ്റ് കാശാണ്. ഇത് വേറെ ആൾക്കാരെയാണ് ഇത് പൊളിക്കുന്നത് കേട്ടോ നാളെ. ഇത്രയാണ് സംഭവങ്ങൾ. ഇത് നോക്കി, ആ തെങ്ങിൻ്റെ സൈഡിൽ നിന്നിട്ട് കുപ്പിച്ചില്ലാണ്. ഇത് കുടുംബശ്രീക്ക് ആർക്കും കൊടുക്കണം. ഞാൻ മറ്റേ അവർ വേസ്റ്റ് കൊടുക്കാൻ വന്ന് അവർക്ക് കൊടുക്കണം. അതാണ് ഞാൻ കുളിച്ചിട്ടും കൂടിയില്ല, ഞാൻ കറുത്തിരുണ്ട് കൂതലായിട്ടിരിക്കുവാണ്. ഞങ്ങളുടെ പഴയ ഈ ലോക്കൽ ഇത് മാറ്റി കേട്ടോ, എന്താ പറയണേ, വൈഫൈ മാറ്റിയിട്ട്
ഇന്ന് എയർടെലിൻ്റെ കണക്ഷൻ വലിച്ച് പുതിയ കണക്ഷൻ ഇട്ട് പുതിയത് എത്ര 2500 റുപ്പീസ് ആയി. ഏതോ ടി വി ചാനൽ സൈഡ് ഉണ്ട്. ടി വി ഒന്നും ഇവിടെ ആരും കാണാറില്ല. പിന്നെ നമുക്ക് ടി വി വേണം എന്ന് പറഞ്ഞ കാരണം എടുത്തത്. അത് അനാവശ്യ കാശില്ല, ആരും കാണില്ല, ഉറപ്പുള്ള കാര്യം. എന്നാലും എടുത്ത് 2 മാസത്തെ എന്താ പറയുക, നമ്മൾ ഈ 2500 കൊടുത്തതിൽ 899 വെച്ചിട്ട് 2 മാസം കഴിഞ്ഞ് കൊടുക്കണ്ട, ബാക്കിയുള്ള കാശ് അവരുടെ ഇതായത്. പിന്നെ വന്ന് ആൾക്ക് ഒരു $200 കൂടെ കൊടുത്തു. അത് കൊടുക്കണമല്ലോ, അവരത്ര നന്നല്ലേ. അപ്പോൾ ടിപ്പായിട്ട് കൊടുത്തു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരുവാണ് അല്ലേ അത് വാവേ? ആ അല്ലേ അത് വാവ 110 റുപ്പീസ് ഉണ്ടാക്കിയല്ലേ? ആ അതുകൊണ്ട് പാവം അവിടെ നിന്ന് എടുത്തിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇട്ടിട്ട് അവനാണ് കാലിൽ കുറിച്ചിട്ടൊക്കെ കാശ് കൂടുതൽ ഉണ്ടാക്കിയത്. എന്താല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടാ. ഇനി നാളെ ആ പൊളിക്കണ വീഡിയോ ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ചെറിയൊരു വീഡിയോ എടുത്തിട്ടാണ്, കാരണം ഇതൊക്കെ എന്തൊക്കെ ലൈഫ് അപ്ഡേറ്റ്സ് അറിയണ്ടേ, അത് കാരണം കൊണ്ട്. അപ്പോൾ വഴി ക്ലീൻ ചെയ്ത് വരുവാണ്. ഞാൻ കാറ് കയറ്റാനായിട്ട്. കാറിന് കയറ്റാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കാറില്ലെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇത് ഭാവിയിൽ വാവക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാവ വിളിച്ച് അപ്പോൾ ഭാവിയിൽ വാവക്ക് ഇനി എഡ്യൂക്കേഷൻ ഇതിൽ ആവശ്യം വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിലോ നമുക്ക് ഇത്ര നല്ല പ്ലോട്ട് ഉണ്ടായിട്ട് പിന്നെ വേറെ ഒന്നിനും നടക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ആയിട്ടാണ് വേണ്ടിയാണ് ചെയ്തത്. അല്ലാണ്ട് കാറൊന്നും കയറ്റാൻ പറ്റില്ല. അതൊക്കെ വെറുതെ സെക്കൻഡറി ടെർഷറി ഒക്കെ ഓപ്ഷൻസുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അത് കുട്ടാ ഒരു ടാറ്റ പറഞ്ഞേ. ദേഷ്യം എന്താ വാക്കാണോ? എന്താ വക്കിടാൻ കാരണം? അതുകൂട്ടം വക്ക. അപ്പൊ അതുകൂടെ പോയി ശരിയാക്കട്ടെ. ഓക്കെ ബൈ. വീണ് അയ്യോ അപ്പുറത്തെ ഇത് പോയി. ശരിയാക്കി തരാൻ കുഴപ്പമില്ല.